ഇതാണ് സാംസങ് ഗാലക്സി S24 Ultra. ഇതിന്റെ മിന്നൽ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. മിന്നൽ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നത് ബോത്താണോ, ഇതൊരു രാജാവാണോ, ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എല്ലാം നമ്മൾ പെട്ടെന്ന് തന്നെ ലിമിറ്റഡ് ടൈമിൽ പറയുന്നതായിരിക്കും. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഇന്നത്തെ മിന്നൽ വീഡിയോസിനായിട്ട് ഈ ഒരു പേജ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അൺബോക്സ് ചെയ്യാം. എപ്പോഴും വരുന്ന പോലെ ആ ഒരു ചെറിയ പാക്കാണ് നമ്മളിങ്ങനെ പീൽ ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അൺബോക്സ് ചെയ്യാൻ പറ്റും. അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിവൈസ് ഇതുപോലെ ഇരിക്കുന്ന കാണാൻ പറ്റും. ആ ഒരു ടൈറ്റാനിയം ബിൽഡിന്റെ ഓറ നല്ല പോലെ അടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ S23 Ultra അൺബോക്സ് ചെയ്തതിനേക്കാളും ഒരു ഓറ നമുക്ക് അതിനകത്ത് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡേറ്റ കേബിളും കുറച്ച് പീപ്പർ ബോക്സും സെമി പിന്നും ഇത്രേ ഉള്ളൂ. ഇന്ന് നമുക്ക് നേരെ നമ്മുടെ ഫോണിലേക്ക് കിടക്കാല്ലേ. ഇതാണ് S24 Ultra. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിസൈൻ സെയിം ആയിട്ട് തോന്നും. അതായത് S23 Ultra കൂട്ടുണ്ട്. S23 Ultra ഓൾറെഡി S22 Ultra കൂട്ടിരിക്കുകയായിരുന്നു. സെയിം ഡിസൈൻ ആണ്, പക്ഷേ ഇവിടെ വ്യത്യാസം ഈ ഒരു ടൈറ്റാനിയം ബിൽഡിനാണ്. അപ്പോൾ ശരിക്കും ടൈറ്റാനിയം ബിൽഡ് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, പ്രത്യേകതയുണ്ടോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആപ്പിളിൽ കണ്ടെന്ന പോലെ ഗുണമുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, പക്ഷേ നിങ്ങൾ ഇൻ ഹാൻഡ് ഫീലിനായിട്ട് നേരിട്ട് കാണുവാണെങ്കിൽ ആ ഒരു കളർ വ്യത്യാസവും മനസ്സിലാവും. അതേപോലെ വളരെ സ്മൂത്ത് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇൻ ഹാൻഡ് ഫീൽ നല്ല കംഫർട്ടബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ബാക്ക് കവർ ഇട്ട് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മാറ്റവും തോന്നുന്നില്ല. ബട്ട് ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഇതിന്റെ ഡിസൈനിൽ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമറ ബമ്പ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി വലുതായിട്ടുണ്ട്, ഇങ്ങോട്ട് തള്ളിയിട്ടുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു കേർവ്ഡ് സ്ക്രീൻ ഫ്ലാറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പിന്നെ S Pen നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ S Pen ചെറുതായിട്ട് ബൾജ് ചെയ്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു നിരപ്പിനല്ല. ഇതിന്റെ ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിലോ 6.8 ഇഞ്ചിന്റെ ഒരു ക്വാഡ് HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ബാക്കി ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, നേരത്തെ പോലെ ആയിരുന്നു. 144 Hz ഒക്കെ ഒരുപാട് സ്മാർട്ട് ഫോണുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുവരെ കൊണ്ടുവന്നില്ല, അതിന്റെ ആവശ്യമില്ല, എന്നാലും പറഞ്ഞതേ ഉള്ളൂ. ആൻഡ് ഈ ഒരു ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫ്ലാറ്റ് സ്ക്രീനായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പം അതിന് ഒരുപാട് പേർക്ക് പല അഭിപ്രായങ്ങളായിട്ട് മാറുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ഒരു കെയർ സ്ക്രീൻ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. കെയർ വരുമ്പോൾ ഒരു പ്രീമിയം ഫീൽ കൂടുന്നത് പോലെയാണ് എൻ്റെ ഒരു ടെൻഡൻസി എന്ന് പറഞ്ഞാൽ. എന്നാൽ പലർക്കും ഫ്ലാറ്റ് സ്ക്രീനോടാണ് താല്പര്യം. അപ്പോൾ S23 Ultra ഉണ്ടായിരുന്ന ആ ഒരു കെയർ സ്ക്രീനിൽ സത്യം പറഞ്ഞാൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു കേട്ടോ. ഫോൾസ് ടച്ച് വരുമായിരുന്നു. അതുപോലെ നമ്മൾ സ്ക്രീൻ കാർഡ് ഒട്ടിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ഒരു ഫ്ലാറ്റ് സ്ക്രീൻ ആണെന്ന് പറഞ്ഞ് ഇതിന്റെ പ്രീമിയം ഫീലിനോ അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ലുക്കിനോ ഒന്നും ഒരു കുഴപ്പമില്ല. ഒരു ബോൾഡ് ആ ഒരു ബോക്സി ഫീൽ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആക്ച്വലി ഫ്ലാറ്റ് ആണോ അല്ലെങ്കിൽ കെയർ ആണോ ഇഷ്ടം, കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഡിസ്പ്ലേ നോക്കുവാണെങ്കിൽ ഇതിലുപരി എന്തെങ്കിലും അപ്ഡേഷനോ അപ്ഗ്രേഡേഷനോ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഇതിന്റെ ചിപ്സെറ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും പെർഫോമിംഗ് ആയിട്ടുള്ള വൺ ഓഫ് ദി ചിപ്സെറ്റ് ആണ് നമ്മുടെ Snapdragon 8 Gen 3. അതന്നെയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. S24 Plusലും S24 നമുക്ക് Exynos 240 വരുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, ബട്ട് എക്സിനോസിന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്. ആൻഡ് Snapdragon 8 Gen 3 അത്രയും പെർഫോമൻസ് ഇല്ല കേട്ടോ. S24 ചെറിയ ലൈറ്റ് ഡീവിയേഷൻ ഇതേപോലെ വരുന്നുണ്ട്. 8 Gen 3 കുറെ സ്മാർട്ട് ഫോണിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. എത്രത്തോളം ഇതിനകത്ത് ഈ എസ്പെഷ്യലി മെയ്ഡ് ഫോർ ഗാലക്സി വന്നിട്ടുണ്ടെന്ന് നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം. അപ്പം അടുത്തായിട്ട് പറയാനുള്ളത് Galaxy A ആണ്. സാംസങ്ങിന് ലോഞ്ച് കണ്ടതാണെന്ന് മനസ്സിലാകും. സാംസങ് ആ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി പറയുന്ന അല്ലെങ്കിൽ ഡിസൈനെ പറ്റി പറയുന്ന എല്ലാത്തിനേക്കാളും അവർ പറയുന്നത് Galaxy A വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആദ്യം തുടങ്ങിയത്. അപ്പോൾ ശരിക്കും അതൊരു ഗിമ്മിക്കാണോ തള്ളാണോ നമുക്ക് നോക്കാം. അങ്ങനെ പറയാനുള്ളത് ഹോം ബട്ടൺ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വട്ടം വരച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ ലെൻസ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു പുതിയ ഫീച്ചർ അല്ല, പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഗൂഗിൾ ലെൻസ് ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി കൺവീനിയന്റ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഗൂഗിൾ ലെൻസ് ആക്സസ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. രണ്ടാമതായിട്ട് സെറ്റിംഗ്സിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ജനറേറ്റീവ് വാൾപേപ്പേഴ്സ് അവൈലബിൾ ആണ്. അത് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വാൾപേപ്പേഴ്സ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം. നമുക്ക് തോന്നുന്ന രീതിയിലുള്ള വാൾപേപ്പേഴ്സ് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾ മിഡ് ജേണി അല്ലെങ്കിൽ ഡാളി ഇങ്ങനെ ഒരുപാട് സർവീസുകൾ ഇപ്പോഴും ഒരുപാട് സർവീസുകളുണ്ടോ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സർവീസുകളുണ്ട്. നമ്മൾ കണ്ടുവന്നൊരു സംഭവമാണ് നമുക്ക് ഇഷ്ടമുള്ള സാധനം ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. അതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത് ഇൻബിൽറ്റ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതേ ഉള്ളൂ. അടുത്ത Galaxy A ഫീച്ചർ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. വോയിസ് റെക്കോർഡർ എന്നൊരു ഫീച്ചറാണ് കേട്ടോ. നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്ത് കുറേ നേരം എടുത്തു കഴിഞ്ഞാൽ നമ്മളത് പോസ് ചെയ്തിട്ട് നമുക്കത് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ 3-4 പേര് കോൺവെർസേഷൻ ചെയ്തതാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ചതാണെങ്കിൽ ആ സത്യം പറഞ്ഞാൽ ഇപ്പോൾ 3-4 പേര് കോൺവെർസേഷൻ ആണെങ്കിൽ 3-4 പേര് സംസാരിക്കുന്ന രീതിയിൽ തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു കോൺവെർസേഷൻ മെത്തേഡിൽ ഇതേപോലെ സമ്മറൈസ് ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. മെയിൻ ആയിട്ട് നമുക്ക് സമ്മറൈസ് ചെയ്യാനും സാധിക്കുന്നുള്ളതാണ്. അതായത് ആ ഒരു കംപ്ലീറ്റ് ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ കോൺവെർസേഷൻ ആണെങ്കിൽ സമ്മറൈസ് ചെയ്തിട്ട് ഏറ്റവും മിനിമം പോയിന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും മിനിമം പോയിന്റ്സ് ആയിട്ട് അവർ തരുന്നതായിരിക്കും. നാലാമതായിട്ട് ഇതേ സമ്മറൈസ് ഫീച്ചർ തന്നെ നമുക്ക് വെബ്സൈറ്റുകളിലും അവൈലബിൾ ആണ്. അതായത് ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടമാനം എഴുതിയിരിക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സമ്മറൈസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ ചെറിയ പോയിന്റ്സ് ആയിട്ട് ഇത് സമ്മറൈസ് ചെയ്ത് തരും. അത് വിത്തിൻ സെക്കൻഡ്സ് ആണ് കേട്ടോ. ഒരുപാട് സമയം എടുക്കത്തില്ല, എൻ്റയർ പേജ് വരെ. അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നി. അഞ്ചാമതായിട്ട് എനിക്ക് വൺ ഓഫ് ദി ഇഷ്ടപ്പെട്ട ഒരു Galaxy A ഫീച്ചറാണ് ലൈവ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന സംഭവം. അതായത് നമ്മൾ ഒരു അന്യഭാഷക്കാരനെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ ഭാഷയിലേക്ക് അതൊന്ന് കൺവേർട്ട് ചെയ്ത് ലൈവായിട്ട് ഇങ്ങനെ എഴുതി കാണിക്കും പെട്ടെന്ന്. ഇതിനെല്ലാം പുറമെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമുണ്ട്. ജനറേറ്റീവ് ഫില്ല് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുള്ളത്. അതായത് അഡോബ് ഫോട്ടോഷോപ്പിലൊക്കെ വന്നില്ലേ സംഭവം, ഏകദേശം അത്രയൊന്നും ഇല്ലെങ്കിലും ഏകദേശം അതേപോലെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ ഒരു ഫോൺ ഇരിപ്പുണ്ടല്ലോ, അതിനകത്ത് ഈ ഒരു AI ഫീച്ചർ എനേബിൾ ചെയ്തിട്ട് ഞാനൊരു വട്ടം വരച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെൻസ് ചെയ്തിട്ട് ആ ഫോൺ ഇവർ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ലോങ് പ്രസ് ചെയ്ത് നമ്മൾ ഇങ്ങോട്ട് നീക്കി വെക്കും. അതായത് ഇങ്ങോട്ടൊക്കെ നീക്കി വെക്കുക. എനിക്ക് അവിടെ ഇരുന്ന് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ വെച്ചിട്ട് ജനറേറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ഭാഗം അവിടെ നമ്മൾ ആ ഒരു സ്മാർട്ട് ഫോൺ മാറ്റി എവിടെയാണോ വെച്ചതും അതേ വൃത്തിക്ക് അവിടെ നല്ല പ്ലേസ് ആവുന്നുണ്ട്. കണ്ടില്ലേ, അവിടെ വേറൊരു സംഭവമായിട്ട് ഇവർ ജനറേറ്റീവ് ഫില്ല് ചെയ്ത് തന്നിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ, ഇത് ഞാൻ എഡിറ്റ് ചെയ്തത്.
അടിപൊളിയല്ലേ, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നമുക്ക് ഇന്റഗ്രേറ്റഡ് ആയിട്ട് ഗാലക്സി എയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് കുറച്ചധികം സ്മോൾ ഫീച്ചേഴ്സും ഗാലക്സി എയിൽ വന്നിട്ടുണ്ട്. ഇത്രയുമാണ് കീ ഹൈലൈറ്റ് ആയിട്ട് അവർ കാണിച്ചിരിക്കുന്നത്. സംഭവം അടിപൊളിയാണെങ്കിലും ഇത് 2025 വരെ തരുന്നുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് തരുന്നുണ്ടെങ്കിലും അതൊരു എന്താ പറയുക, നമുക്ക് കൺവിൻസിംഗ് ആയിട്ടുള്ള പരിപാടിയല്ല. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്യാമറ. 200 മെഗാ പിക്സലിന്റെ സെയിം ക്യാമറ സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. ഇതിൽ വന്നിരിക്കുന്ന ചേഞ്ച് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ടെലിഫോട്ടോ ലെൻസ് ഉണ്ടല്ലോ 10x നിന്ന് 5x ആയിട്ട് കുറച്ചിട്ടുണ്ട്. വെയിറ്റ് ഒരുപാട് തെറ്റിദ്ധരിക്കാൻ വരണ്ട. ഈ ഒരു തീരുമാനം വൺ ഓഫ് ദി ബെസ്റ്റ് തീരുമാനമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പോർട്രേറ്റിൽ അല്ലെങ്കിൽ 10x എടുക്കുന്ന ഫോട്ടോസ് ഉണ്ടല്ലോ അതിന് പ്രത്യേക ഒരു ഭംഗിയായിരുന്നു S23 അൾട്രയിലൊക്കെ. അതായത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോ, ഞാൻ എൻ്റെ S23 അൾട്ര ഉപയോഗിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും അല്ലെങ്കിൽ എൻ്റെ ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് 10x എടുത്താൽ മതി, അതിനാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. പക്ഷേ 10x നമ്മളൊരു ഫുൾ ഫോട്ടോ എടുക്കണമെങ്കിൽ എത്രത്തോളം ദൂരെ പോകണമെന്ന് അറിയാവോ? സത്യം പറഞ്ഞാൽ എനിക്കൊരു കൺസ്ട്രെയിൻ ആയിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പം ഈ ഒരു 5x വരുമ്പോഴത്തേക്ക് നമുക്കൊരു പ്രോപ്പർ റേഷ്യോ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള നമുക്കൊരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് കറക്റ്റ് ആയിട്ട് പോർട്രേറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റും. കറക്റ്റ് ആയിട്ടാണ്. നേരത്തെ നമുക്ക് 10 മെഗാ പിക്സൽ ടെലിഫോട്ടോ ആയിരുന്നു, ഇപ്പോൾ ആ ഒരു 50 മെഗാ പിക്സൽ ആണ്. അത്രയും ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോ ക്വാളിറ്റി നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ നമ്മുടെ ആ ഒരു കൺസ്ട്രെയിൻ 10x ആക്കുമ്പോൾ ഉള്ള ക്വാളിറ്റി ലോസ് അത് ഇതിൽ വരത്തില്ല. കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ട് ഒന്നെങ്കിൽ നേരത്തെ ആ ഒരു ടെലിഫോട്ടോയുടെ സെയിം ക്വാളിറ്റി അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് ഇത്തവണ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വിഷമിക്കേണ്ട, നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട്സ് തന്നെയാണ് ഇത് വരുന്നത്. വീഡിയോസ് നോക്കുകയാണെങ്കിൽ 8K 30 FPS വരെ നമുക്ക് എടുക്കാൻ പറ്റും. 4K 60 FPS വരുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് ആപ്പിൾ പോലില്ലാത്തൊരു ഫീച്ചർ ഉണ്ട് ഇതിനകത്ത്. നമ്മളിപ്പോൾ ഇങ്ങനെ ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കാന്ന് വെച്ചു, നമുക്ക് അപ്പം തന്നെ ഇത് ഫ്രണ്ടിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതായത് വ്ളോഗേഴ്സിനൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്നതാണ്. അത് ഇതിനകത്ത് കേപ്പബിൾ ആണ്. ഐഫോൺ ഇപ്പോഴും കേപ്പബിൾ അല്ല, അതിനകത്ത് സ്റ്റിൽ ഉണ്ട്, കളഞ്ഞിട്ടില്ല. പിന്നെ അതുള്ള 4K നമുക്ക് 120 FPS നമുക്ക് സ്ലോ മോഷൻ എടുക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമ്മൾ ഗാലറിക്കകത്ത് ഇതേപോലെ നോർമൽ ഒരു വീഡിയോ എടുത്തിട്ട് ഗാലറി ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടി സ്ലോ, ഡബിൾ ആയിട്ട് ഇതിന് സ്ലോ ആവുന്നതായിരിക്കും. ദാറ്റ് നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഇതേപോലത്തെ ഇമേജ് ഒക്കെ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ S23 അൾട്രയിൽ നിന്ന് എത്രത്തോളം മികച്ചെന്നാണ് നമ്മുടെ ചോദ്യം. അതെനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. ഡിജിറ്റൽ ആയിട്ടുള്ള ക്യാമറ റിവ്യൂവിന് നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ പറയുന്നത് ബാറ്ററിയാണ്. 5000 mAh ബാറ്ററി, അതിൽ 45 വാട്ടിന് സപ്പോർട്ടുമാണ് ഇപ്പോഴും ഇതിനകത്തുള്ളത്. പിന്നെ നമുക്ക് One UI 6 അതേപോലെ തന്നെ Android 14 ആണ്. കൂടുതലൊന്നും പറയാനില്ല. 1,30,000 രൂപയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത സീരീസ് എന്തൊക്കെ മാറ്റം കൊണ്ടുവരും നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കണ്ടുപിടിക്കും.